യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അതെന്തിനാ മോളെ? യവനെ എനിക്ക് ഓടിച്ചിട്ട് വെടി വെച്ച് കൊല്ലണം. അഴിയണ നോക്കിക്കൊണ്ട് നിക്കാതെ. പ്രസിഡന്റ് പറഞ്ഞ കേട്ടില്ലടാ. ചെല്ലടാ, അഴിക്കടാ. അഴിക്കണ്ട. Where is the pistol? എന്താ മോളെ? തോക്ക് എവിടെ? നോക്കി നിൽക്കാതെ അവനെ വെടിവെച്ച് കൊല്ലു മോളെ. അതിന് തോക്ക് വേണ്ടേ അച്ഛാ? തോക്ക് എവിടെ? തോക്ക് എനിക്ക് ഇപ്പൊ അവനെ വെടിവെച്ച് കൊല്ലണം. അയ്യോ വേണ്ട മോളെ, അവനെ കൊല്ലല്ലേ. കൊല്ലും. ഇവനെ ഞാൻ ഇന്ന് കൊല്ലും അച്ഛാ. എനിക്കൊരു തോക്ക് താ ആരെങ്കിലും. അതിന് നമ്മുടെ പഞ്ചായത്തിന് തോക്കില്ലല്ലോ പ്രസിഡന്റ്. അതിന് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം തോക്കില്ലേ പ്രസിഡന്റ്? വർത്താനം പറഞ്ഞ സമയം കളയാതെ വേഗം തോക്കെടുത്തോണ്ട് വാടാ. എന്റെ മരുമോക്ക് വെടിവെക്കാൻ കൊതിയായി അല്ലേ മോളെ? എടേ ഒരു തോക്ക് താടാ. ഒരു തോക്ക് താടാ. വേണ്ട, ആരും പോണ്ട. അവൻ രക്ഷപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ എന്റെ മരുമകൾ അവനെ വെടിവെച്ച കൊല്ലും. തോക്കുതാ, എനിക്കൊരു തോക്ക് തരേ. കൊടുക്കില്ലടാ. ഈ കാണുന്നതേ ഒരു പ്രസിഡന്റ് നാട്ടിനോട് കാണിക്കുന്ന ആത്മാർത്ഥത. അനധികൃതമായി ഇവിടെ കടന്നു കയറിയ ഒരു തെമ്മാടിയെ വെടിവെച്ച് കൊല്ലാനുള്ള വീറും വാശിയുമാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മളാരും അതിന് കൂട്ടു നിൽക്കരുത്. നമ്മുടെ പ്രസിഡന്റ് നമുക്ക് വേണ്ടി ഒരാളിനെ കൊന്നാൽ നമുക്ക് നമ്മുടെ പ്രസിഡന്റിനെ തന്നെ നഷ്ടപ്പെടില്ലേ? ഇത്രയും നല്ലൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിഞ്ഞുകൊണ്ട് എന്തിനാ നമ്മൾ അപകടത്തിൽ ചാടിക്കുന്നത്? അത് നേരാ. ഏതായാലും അവനെ കയ്യോടെ പിടിച്ചല്ല, നാറാണ കല്ലാക്കി അടിച്ച് റൊട്ടിയാക്കി ഓടിച്ചു വിട്ടില്ലേ? അതുപോരെ. കൊല്ലേണ്ട ആവശ്യമൊന്നും ഇല്ല പ്രസിഡന്റ്. അടങ്ങ് പ്രസിഡന്റ്, അടങ്ങ്. ഇല്ല, ഞാൻ അടങ്ങൂല. അടങ്ങരുത് മോളെ. എനിക്ക് ആ തെമ്മാടിയിലെ ചോര കുടിക്കണം. എവിടെ തോക്ക്? എവിടെ? എനിക്ക് അവനെ വെടിവെച്ച് കൊല്ലണം. തോക്ക് എവിടെ? എനിക്ക് അവനെ വെടിവെച്ച് കൊല്ലണം. തോക്കതാ. എനിക്കൊരു തോക്കത്താ. അതിന് നീ എന്തിനാ മോളെ എങ്ങനെ സങ്കടപ്പെടുന്നേ? നിന്റെ ആങ്ങൾ എങ്ങനെ ആയിപ്പോയത് നിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് പണ്ടേ അറിയാം കുഞ്ഞളിയെ ശരിയല്ല. പിന്നെ പല്ലിന്റെ ഇടകുത്തി നാറ്റുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച ഞാൻ മിണ്ടായിരുന്നത്. എടാ സുനീഷേ, നീ അകത്ത് കയറി ഒളിച്ചിരിക്കണാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അതാ സുഗുണനാ. അവൻ അടിച്ച് ഫിറ്റാൻ തോന്നുന്നു. ഡാ, നീ മൈൻഡ് ചെയ്യാൻ പോണ്ട. കുറച്ചേരം ബഹളം ഉണ്ടാക്കിയിട്ട് അയാൾ പൊക്കോളൂ. ഇവിടെ ആരുമില്ലേ? എന്റെ പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് എല്ലാരും കൂടി അകത്ത് കയറി അടയിരിക്കണല്ലേ. ചോടയിട്ടേക്ക് ഇറങ്ങി വാടാ. സുഗുണന് നിങ്ങളോട് 4 വർത്താനം പറയണം. നീ ഇതെങ്ങോട്ടാ മോനെ? എടാ അമ്മ മോനെ സുനീഷേ. അമ്മ മാറി. വേണ്ട സുനീഷേ. അമ്മ നിങ്ങൾ ആരും പുറത്തു വരണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പേടിച്ചൂറി ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. നിന്നോട് എല്ലാരും ഉണ്ടായിരുന്നല്ലോ. എന്റെ കുടുംബക്കാരെയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കാണട്ടെ. ഇവിടെ കിടന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുത്. പാതിരാത്രി നിന്റെ വീട്ടിൽ കയറിയതേ ഈ കൊച്ചിന്റെ ആങ്ങളെന്നുള്ളത് നേരാ. പക്ഷേ ഇവൾക്കോ ഞങ്ങൾക്കോ അതിൽ യാതൊരു ബന്ധവുമില്ല.
ഓ പിന്നെ നീ വേണമെങ്കിൽ നിന്റെ പെങ്ങളോട് പോയി ചോക്കടാ. അവളാണല്ലോ അവന് വേണ്ടി കഥക് തുറന്നിട്ട് കൊടുത്തത്. ദേഹമലാക്ഷി ഒരുമാതിരി ചെറ്റ വർത്താൻ എന്നോട് പറയരുത്. നിങ്ങൾ അറിയാതെ എങ്ങനെയാ അവൻ ഈ കോളനി കയറിയത്? നിങ്ങളുടെ ബലത്തിലല്ലേ അവൻ ഈ തോന്നിയാസം മുഴുവൻ ഇവിടെ കാട്ടിക്കൂട്ടിയത്? ദൈവദോഷം പറയല്ലേ അണ്ണാ, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ഒന്നും അറിഞ്ഞിട്ടില്ല. നാട്ടുകാരവിടെ പിടിച്ചേക്കുമ്പോഴാ അത് ആരാണെന്ന് ഞങ്ങൾ അറിയണേ. ചുമ്മാ വേലിറക്കല്ലേ സുനീഷേ. നീ അറിഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവുന്നുള്ള ഉറപ്പാ. കമലാക്ഷി അറിയാതെ നിന്റെ കുഞ്ഞളിയൻ സുഗുണന്റെ വീടിന്റെ ചെറ്റ പൊക്കത്തില്ല. അതെന്താ സുഗുണ, ഞാൻ ഈ കോളനി മുഴുവൻ കോണ്ടാക്ട് എടുത്തിരിക്കുകയാണോ? വരുന്നവരും പോകുന്നവരും എന്റെ അനുവാദം കൂടാതെ ഇവിടുത്തെ ചെറ്റ പൊക്കാൻ സംശയം എന്താ? അവൻ ഇവിടെ പിടിച്ചു വെച്ചിട്ടല്ലേ പാതിരാത്രി സൗകര്യം നോക്കി അവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അല്ലെങ്കിൽ ഈ നേരത്ത് കോതാറ കോളനി കയറാൻ പുറത്ത് നിന്ന് ഒരുത്തിന് എങ്ങനെ ധൈര്യമല്ലോ? സുഗുണ, നീ ഇപ്പൊ പോ. എന്നിട്ട് നാളെ ബോധം വീഴുമ്പോ വാ, അപ്പൊ ഇതിനെ പറ്റി സംസാരിക്കാം. പറ്റില്ല, എനിക്കിപ്പൊ സംസാരിക്കണം. അണ്ണനിപ്പോ എന്തോ വേണ്ടേ? എനിക്ക് അവനെ വേണം. മാണിക്യമംഗലത്തെ അജയ ഘോഷിനെ, എന്റെ പെങ്ങളുടെ ജാരനെ. ഇപ്പൊ ഈ രാത്രി തന്നെ വേണം. വേണം, ഇപ്പൊ ഈ നിമിഷം എനിക്ക് അവനെ വേണം. എന്തിനാ? കൊല്ലാനാണോ? അല്ല, കെട്ടിക്കാൻ. അവനെ കൊണ്ട് എന്റെ പെങ്ങളെ കഴുത്തി താലി കെട്ടിക്കാൻ. അതിന് നീ ഇവിടെ കിടന്ന് ബഹളം കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ സുഗുണ? നീ നേരെ മാണിക്യമംഗലത്തേക്ക് ചെല്ല്. എന്നിട്ട് അവനെ വിളിച്ചിറക്കി കൊല്ലേ തിന്നേ നിന്റെ പെങ്ങളെ അവനെ കൊണ്ട് കെട്ടിക്ക. എന്താന്ന് വെച്ചാ ചെയ്. അതിന് ഞങ്ങൾ എന്താ വേണം? ഞങ്ങൾ എന്തോ വേണമെന്നോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ല പോലും. അതെ, ഒപ്പിച്ചു വെച്ച് ഞങ്ങൾ തന്നെ. പക്ഷെ സുഗുണ, നിന്റെ പെങ്ങളുടെ വാതിലിന്റെ കുറ്റി അകത്താണോ പുറത്താണോ? പറയടാ. നിന്റെ പെങ്ങൾ പിഴയായി പോയതിന് ഞങ്ങളാണോ ഉത്തരവാദി? പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞ താൻ എന്തോ ചെയ്യടോ? അടിച്ചിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റി. എന്നാ പിന്നെ ഒന്ന് കാണണല്ലോ. നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എന്നെ അടിക്കടാ. വാടാ മോളെ അവിടുന്ന്. എന്നോട് ഇവരെ വാടാ ഇങ്ങോട്ട് വന്നേ. വാടാ കാണാടാ. ഇതിനടുത്ത് പുറത്ത് കടത്തിട്ട് കഥ കടച്ചേക്കണം മോനെ. ബോധം വരുമ്പോ എഴുന്നേറ്റ് പൊക്കോളും. നീ വാ കൊച്ചേ, വരാൻ. അജേട്ടൻ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്ര തവണ വിളിച്ചെന്നോ? ആ ചെട്ടിയാരെങ്കിലും വിടണ്ടേ? ഞാനൊന്ന് പോകണ്ട, അവിടെ തന്നെ കിടക്കണമെന്നും പറഞ്ഞാൽ കുറെ നിർബന്ധം. നാളെ വന്ന പോരായിരുന്നോ? എന്തിനാ ഈ രാത്രി ഡ്രൈവ് ചെയ്തത്? നീയോട് ഉറങ്ങാതെ എന്നെ കാത്തിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. അയ്യോ, ഇതെന്തു പറ്റി? ചോര വരുന്നുണ്ടല്ലോ. ഒന്നുമില്ല, വരുന്ന വഴിക്ക് ഒരു പട്ടി കുറുകെ ചാടി. ബെൽറ്റൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ ബ്രേക്ക് ചവിട്ടിയപ്പോ മുഖം പെട്ടെന്നൊന്നും സ്റ്റിയറിംഗ് ചെറുതായിട്ടൊന്ന് തട്ടി, എത്രേ ഉള്ളൂ. ചെറുതായിട്ട് തട്ടിയതാണോ ഇതൊക്കെ? എന്റെ ഈശ്വര, കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. നീ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആളെ കൂട്ടലടി. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് കുളിച്ചാ അതങ്ങ് മാറും. എന്താടാ എന്തുപറ്റി? ഒന്നുമില്ല ഏട്ടാ, ഒരു ചെറിയ ആക്സിഡന്റ്.